നിന്നെ എനിക്ക് മകളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ മോളെ എന്ന് വിളിക്കുന്നത് എന്ന് ഒരു സ്വന്തം അമ്മ തൻ്റെ മകളോട് പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കേട്ടാൽ വിശ്വസിക്കാത്ത കാര്യമാണ് അല്ലേ? പക്ഷേ അങ്ങനെയും ചില കഥകൾ ചിലർക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും പാരൻസ് എന്നത് ഒരു സോഴ്സ് ഓഫ് ലവ് ആയിക്കൊള്ളണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ സ്വന്തം പാരൻസിൽ നിന്നും വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഇതേപോലെ തന്നെ അവർ വാക്കുകൾ കൊണ്ട് അവർ നോവിക്കപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് കഷ്ടപ്പാടിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ആ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു പരിഗണന പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അവരുടെ പല ഇമോഷണൽ നീഡ്സിനെയും ആ പാരൻസിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഇമോഷണൽ നെഗ്ലക്റ്റിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് അവരുടെ അഡൾട്ട് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കാരണം അവരിൽ എപ്പോഴും ഒരു ലാക്ക് ഓഫ് ലവും ലാക്ക് ഓഫ് ആക്സെപ്റ്റൻസും നിറഞ്ഞു നിൽക്കും. മാത്രവുമല്ല അവരുടെ പാരൻസ് അവർക്ക് കൊടുത്ത അൺഹീൽഡ് ആയിട്ടുള്ള വൂൺസും അവരോടൊപ്പം ഉണ്ടാവും. ഈ വൂൺസും കൊണ്ടിട്ട് അവരൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ, പുതിയൊരു ജീവിതത്തിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഈ അൺഹീൽഡ് ആയിട്ടുള്ള വൂൺസ് പല ട്രിഗേഴ്സും ഉണ്ടാക്കും. ഇത് അവരുടെ റിലേഷൻഷിപ്പിനെ തന്നെ താറുമാറാക്കും. ഇത്തരം അൺഹീൽഡ് വൂൺസ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് ഹീൽ ദാറ്റ് പാസ്റ്റ് ട്രോമാസ്. പ്രത്യേകിച്ചും പാരൻസിൽ നിന്നും കിട്ടുന്ന പാരൻ്റൽ വൂൺസിനെ നമ്മൾ ഹീൽ ചെയ്തിട്ട് വേണം നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ. അല്ലെങ്കിൽ അതിൻ്റെ ട്രിഗേഴ്സും വൂൺസും നമ്മുടെ അഡൾട്ട് റിലേഷൻഷിപ്പിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. സോ ഗോ ഫോർ ഹീലിംഗ് എന്നാണ് ഞാൻ പറയാം. ഇഫ് യു ഹാവ് എനി പാരൻ്റൽ വൂൺസ് or parental traumas, please do feel free to connect me.